ഞാനൊരു പഴയ കാലിപ്പട്ടി പരിചയപ്പെടുത്താം. ഇത് പണ്ട് കാലത്ത് എപ്പോഴോ പണിത് വെച്ചിരുന്ന ഒരു കാലിപ്പട്ടിയാണ്. ഇത് തിരുവിതാംകൂർ ശംഖുകളൊക്കെ പതിപ്പിച്ച് ഉള്ള ഒരു പെട്ടിയാണ്. അതിൻ്റെ ഭയങ്കര കരവിരുതൊക്കെയുള്ള ഒരു പെട്ടിയാണ്. ഇത് പണ്ടെപ്പോഴോ ഇത് പഞ്ചലോകം കൊണ്ട് ഇതിൻ്റെ 4 സൈഡും കെട്ടി ഇതൊക്കെ കെട്ടി എടുത്തേക്കുന്ന ഒരു പെട്ടിയാണ്. ഈ പെട്ടിക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും അറിയത്തില്ല. ഇത് പഞ്ചലോകത്തിൽ ഉള്ളതാണ് ആ പെട്ടി. കാണാൻ നല്ല മനോഹരമായ പെട്ടിയാണ് ഇത്. ഇതിൻ്റെ മുകളിലും ഉണ്ട് തിരുവിതാംകൂർ ശംഖിൻ്റെ മാതൃക. ശംഖും ഇതുമൊക്കെ ഇത് അങ്ങനെ ഒരു പഴയ പെട്ടിയാണ് ഇത്. താണ്ട മുഖപ്പറ്റിൻ്റെ അവിടെയൊക്കെ വെച്ചേക്കുന്ന തിരുവിതാംകൂർ ശംഖുമൊക്കെ കണ്ടോ, നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ശംഖാണ് ഇത്. എവിടുന്ന് കിട്ടിയതാണെന്നൊന്നും അറിയില്ല. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്നും അറിയില്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴോ ഞങ്ങളുടെ വലിയച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിരുന്നതാണ്. അത് എല്ലാം വീട്ടിലെ വസ്തുവകളൊക്കെ വീതം വെച്ചപ്പോൾ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണിത്. ഈ പെട്ടി പഞ്ചലോക പെട്ടി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇപ്പോഴുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആരുടെയും കയ്യിലുണ്ടോ ഇല്ലയോ അതും അറിയത്തില്ല. ഇത് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു പെട്ടിയാണ്. ഇതിന് കാലിപ്പെട്ടി എന്നാണ് പറയുന്നത്. ഇതിന് നിലത്തു നിന്ന് 4 കാലുണ്ട്. അതുകൊണ്ടാണ് ഇതിന് കാലിപ്പെട്ടി എന്ന് പേര് വന്നേക്കുന്നത്. അതിൻ്റെ സൈഡിൽ പിടിക്കാൻ പറ്റിയ 2 പിടിയും, ആ പിടിയൊക്കെ ഈ വെങ്കലത്തിൽ തീർത്തേക്കുന്ന ഒരു പിടിയാണെന്ന് തോന്നുന്നു. പക്ഷേ 4 സൈഡിലും കെട്ടിയേക്കുന്നത് പഞ്ചലോകമാണ്. അത് ഈ പെട്ടിയെ അറിയപ്പെടുന്നത് പഞ്ചലോക പെട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇന്ന് നിങ്ങളെ കൂടി നിന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ കരുതി. അതാണ് ഇന്നത്തെ എൻ്റെ ഈ ഗുഡ് മോർണിംഗ് വിശേഷം. അപ്പം ഈ പെട്ടി ആരുടെയെങ്കിലും കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ എന്നൊരു കമൻ്റ് ഇടുക. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈക്കും കമൻറ്റും ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്.